അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ ബിജെപി പ്രതിഷേധം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, AAP BJP ഏറ്റുമുട്ടലിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോകുന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലെ പ്രതിഷേധത്തിലെ ഉള്ളടക്കം എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? ദില്ലിയിൽ കേജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ BJPയുടെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർവാഞ്ചൽ വിഭാഗമാണ് പ്രതിഷേധിക്കുന്നത്. ഈ കേജ്രിവാൾ കഴിഞ്ഞ ദിവസം പൂർവാഞ്ചൽ വിഭാഗത്തെ അപമാനിച്ചു എന്നാണ് ഇവരുടെ ഒരു ആരോപണം. അതിന്റെ ഭാഗമായാണ് BJPയുടെ പ്രതിഷേധം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നിരവധി പ്രവർത്തകർ ഇതിനോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് ബസ്സിൽ കയറ്റിയിട്ട് ആ ബസ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ആ ബസ്സിന് മുന്നിൽ കിടന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സംഘർഷാവസ്ഥയാണ് ഇവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് യാഥാർത്ഥ്യം. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും പ്രവർത്തകരും ഒപ്പം നേതാക്കളും മുദ്രാവാക്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബസ്സിൽ ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനു മുൻപ് ഒരു ബസ്സിൽ മുഴുവൻ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ബസ്സിലും സമാനമായ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ഒരുക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ അണപ്പൊട്ടിയ പ്രതിഷേധമായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായത്. പ്രധാനമായും ഈ വ്യാജ വോട്ടുകളടക്കം ചേർക്കുകയാണ് എന്ന് BJP ചേർക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ ആരോപണം ഉന്നയിച്ചു. അത് പൂർവാഞ്ചൽ വിഭാഗത്തെ അപമാനിക്കുന്നതിന്റെ ഭാഗമായാണ് എന്താണ് ഇതിൽ ആരോപണം ഉള്ളത്. BJP നമുക്കിപ്പോൾ ബാരിക്കേഡുകൾ, നേരത്തെ പ്രതിഷേധക്കാർ മരിച്ചിട്ട ബാരിക്കേഡുകളാണ് ഇത് പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് വീണ്ടും നിവർത്തി വെക്കാനുള്ള ശ്രമമാണ് ഉള്ളത്. പ്രവർത്തകർ പൂർണ്ണമായും ഇപ്പോഴും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. നിരവധി പ്രവർത്തകർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ബാരിക്കേഡ് നിവർത്തി വെക്കുകയാണ്. കാരണം കൂടുതൽ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇനിയും പോകും എന്ന് പോലീസ് വിലയിരുത്തുന്നു. അതിന്റെ ഭാഗമായി മറ്റു പ്രവർത്തകരടക്കം ഇങ്ങോട്ട് എത്തുന്നത് തടയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബാരിക്കേഡുകൾ വീണ്ടും നിവർത്തി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നടപടി ഒരു സ്ഥലത്ത് നടക്കുന്നു. പലൊപ്പം തന്നെ മറുവശത്ത് പ്രവർത്തകരുടെ ഒരു നില ഇപ്പോൾ ഉണ്ട്. പ്രവർത്തകർ ഇപ്പോഴും തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നിരവധി ആളുകൾ തക്കാളികളടക്കമായി ये केजरीवाल के अगेंस्ट में जो केजरीवाल ने पूर्वांचल और बिहार के लोगों को फर्जी बताया है, उसने यहाँ पर कड़ा अपना विरोध दर्ज किया है। और केजरीवाल को 5 तारीख के आने वाले चुनाव में भारी मतों से बिहार और पूर्वांचल और अन्य राज्यों के लोगों ने उनके विरोध में वोट डालकर इस बार केजरीवाल को सत्ता से बाहर करने का निर्णय लिया है. ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നൊക്കെ പൂർവാഞ്ചൽ വിഭാഗക്കാർ കേജ്രിവാളിനെതിരെ വോട്ട് ചെയ്തുകൊണ്ട് ഇതിന് മറുപടി നൽകുമെന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പരമാവധി ആളുകളെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് പോലീസ് നീക്കിയിരിക്കുന്നു. നേരത്തെ ഇവിടെ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചുകൊണ്ട് വലിയ സംഘർഷാവസ്ഥയായിരുന്നു ഈ മേഖലയിൽ ഉള്ളത്. നിലവിൽ പോലീസുകാരെ എത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് പ്രവർത്തകരെ ഒക്കെ ഇവിടെ നിന്ന് മാറ്റി. എന്താണെങ്കിലും നിലവിൽ സംഘർഷത്തിന് ഒരു നേരിയ അയവ് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു പോയി. കെജ്രിവാളിനെതിരായ പ്രതിഷേധമാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നത്. BJPയുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ദില്ലിയിൽ നിന്ന് നോബൽ മാരിക്കാരൻ പങ്കുവച്ചത്.